ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്കറിയാം, പ്രകാശത്തിൻ്റെ സഞ്ചാരം അത് നേർരേഖയിലൂടെയാണ് അല്ലേ? പ്രകാശത്തിൻ്റെ സഞ്ചാരം അത് നേർരേഖയിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഗാഢതയ്ക്കനുസരിച്ച് അതിൻ്റെ സഞ്ചാരപാതയിൽ ഒരു വ്യത്യാസം വരാറുണ്ട്. പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയിൽ ഒരു വ്യത്യാസം വരാറുണ്ട്. നമ്മളത് തെളിയിക്കുന്നതിനുള്ള, കുട്ടികൾക്ക് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ചെറിയ ടീച്ചിങ് ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കുക, നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്ലൈവുഡാണ്. അതുപോലെ തന്നെ നമുക്കത് ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ്, തുറക്കാൻ പറ്റാവുന്ന ഒരു ബോക്സ്. ആ ബോക്സിനകത്ത് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ഗ്ലാസ് പീസും ഉണ്ട്. അത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റാവുന്നൊരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വിതരണം സംഭവിക്കുന്ന പ്രതിഭാസം ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ടീച്ചിങ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ആ ഷാർട്ടോയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ കാണിച്ചിരുന്ന സമയത്ത് തന്നെ വിവരിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ബോക്സ്, വലിയ ജാറിനകത്തുള്ള ചെറിയ ബോക്സിൽ വെള്ളം, അതേപോലെ തന്നെ ഗ്ലാസ് പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ വായു ഒരു മാധ്യമമാണ്, അതിൻ്റെ ഉള്ളിലൊരു വായു മാധ്യമമാണ്. അതുപോലെ തന്നെ വെള്ളം വേറൊരു മാധ്യമമാണ്. ഗ്ലാസ് പീസ് ഒരു മാധ്യമമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ലേസർ ടോർച്ചാണ്. ലേസർ ടോർച്ച് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇത് ലേസർ പോകുന്ന വഴി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് പുക നിറച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് നോക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് അറിയാം, ഗ്ലാസ് പീസിനകത്തോടെ പോകുന്ന പ്രകാശത്തിൻ്റെ രശ്മിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വഴിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളമൊക്കെ നോക്കും, വെള്ളത്തിലും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് കുട്ടികൾക്ക് വെള്ളത്തിലൂടെയും കാണാൻ വേണ്ടി സാധിക്കും. വെള്ളത്തിൽ നടക്കുന്നതും അതേപോലെ തന്നെ ഗ്ലാസും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗാഢതയാണ് അതിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്കാണ് പോകുന്നത്. അതിൽ അവർ തമ്മിൽ അതിൻ്റെ ഗാഢതയിൽ അല്ലെങ്കിൽ അതിൻ്റെ പാതയ്ക്കൊരു മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലൊരു പരീക്ഷണ വസ്തു കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പരീക്ഷ സാധാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകളിൽ തന്നെ അവരവർക്ക് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമാകും. ഓക്കെ, താങ്ക് യു.